എത്ര തവണ പഠിച്ച് പരീക്ഷ എഴുതിയാലും ഉദ്ദേശിച്ച മാർക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾക്ക് ഉത്തരങ്ങൾ വേണ്ട പോലെ എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നുകൂടി പഠിക്കണം. ഈ വീഡിയോയിൽ പറയുന്ന ടിപ്സ് കൃത്യമായി ഫോളോ ചെയ്താൽ 70% മാർക്ക് കിട്ടാനുള്ള അത്രയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് 85 മുതൽ 95% വരെ മാർക്ക് പരീക്ഷയിൽ നേടാൻ സാധിക്കും. അതും കൂടുതലായി ഒന്നും ചെയ്യാതെ തന്നെ. അതിനു മുൻപ് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനായി വീഡിയോയുടെ താഴെ ഐ ആം റെഡി ഫോർ ദിസ് എക്സാം എന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ എക്സാം ടിപ്സിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശരാശരി നിലവാരത്തിലുള്ള ഉത്തരക്കടലാസ് മികച്ചതും വേറിട്ടതുമായി ആക്കാൻ കഴിയും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. നമ്പർ 1, അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. മത്സര പരീക്ഷയിൽ ഉള്ളതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് സാധാരണ പരീക്ഷകളിൽ ഇല്ലാത്തത് കുട്ടികളുടെ ഉള്ളിൽ റിസ്ക് എടുക്കാനുള്ള ഒരു ധൈര്യം കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ചോദ്യവും ബുദ്ധിമുട്ടാണെന്ന് കരുതി ഉത്തരം എഴുതാതെ വിടരുത്. നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. 5 മാർക്കിന്റെ ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ 1-2 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എത്ര തെറ്റായ ഉത്തരമായാലും 0 കിട്ടുമെന്നല്ലാതെ മറ്റൊരു നഷ്ടവും വരാനില്ല. ഉത്തരം എഴുതാതെ വിട്ടാലും ഇതുതന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഉത്തരം എഴുതാനുള്ള ശ്രമമെങ്കിലും നടത്തണം. അത് നിങ്ങൾക്ക് ഒട്ടും ധാരണയില്ലാത്ത ചോദ്യമായാലും ഒന്ന് ഊഹിച്ചെഴുതി നോക്കുക. ഒന്നുമില്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് എഴുതി വെക്കുക. ഉദാഹരണമായി കണക്ക് പരീക്ഷയ്ക്കുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ട ഫോർമുല അല്ലെങ്കിൽ സമവാക്യം ഒന്നും തന്നെ നിങ്ങൾക്കറിയില്ല എന്ന് കരുതുക. എങ്കിലും ഒരു ഡയഗ്രം വരച്ച് ഉത്തരം എഴുതുന്നത് തുടങ്ങി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാർക്കിടുന്ന ടീച്ചർക്ക് ഈ കുട്ടിക്ക് ഉത്തരമൊക്കെ അറിയാമായിരുന്നു, ഒരുപക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്തതാകുമെന്ന് തോന്നും. പിന്നെ എന്തെങ്കിലും ചോദ്യം പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉള്ളതോ സിലബസ് ഇല്ലാത്തതോ ആണെങ്കിൽ അത് തീർച്ചയായും അറ്റംപ്റ്റ് ചെയ്യുക. കാരണം ഇത്തരം ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം തന്നെ ഫ്രീ ആയി മാർക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉത്തരം കണ്ടുപിടിച്ചെഴുതുക. ഈ ഒരു ടിപ്പ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. വീഡിയോയിൽ മുന്നോട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ മോട്ടീവ്സ് മീഡിയ ഫാമിലിയുടെ സ്വന്തം ആപ്പായ ധ്വനിയിൽ പുതുതായി കൊണ്ടുവന്ന ഒരു ഫീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ പല കാറ്റഗറീസിൽ പെടുന്ന നിരവധി ഓഡിയോ ബുക്ക് ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരു ചാറ്റ് ബോട്ട് തെറാപ്പിസ്റ്റിന്റെ സേവനം കൂടി ഇനി ധ്വനി ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാനസിക സമ്മർദ്ദം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ആങ്സൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ തെറാപ്പിസ്റ്റ് ഫംഗ്ഷനാലിറ്റി ഉപയോഗപ്പെടുത്താവുന്നതാണ്. പുറത്ത് 1000 മുതൽ 2000 രൂപ ഓരോ സിറ്റിങ്ങിനും മുടക്കി ഇതുപോലൊരു തെറാപ്പി എടുക്കുന്നതിനേക്കാൾ ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ തെറാപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് പ്രാക്ടിക്കൽ അഡ്വൈസ് എടുക്കാൻ സാധിക്കും. തീർച്ചയായും ഈ ഫീച്ചർ പരമാവധി ഉപയോഗപ്പെടുത്തുക. കൂടാതെ അനവധി മോട്ടിവേഷണൽ ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓഡിയോ ബുക്ക് സമറീസും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്പർ 2, പ്രസന്റേഷൻ മാറ്റേഴ്സ്. ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഉത്തരക്കടലാസുകൾ നോക്കുക. നിങ്ങൾക്ക് ഇവ നോക്കി മാർക്കിടാൻ ഒരു അവസരം കിട്ടുന്നു എന്ന് കരുതുക. ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുന്നത്? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും രണ്ടാമത്തെ കൊടുത്തിട്ടുള്ള ഉത്തരം എഴുതിയ കുട്ടിക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടേണ്ടത് എന്ന്. ഈ ഉത്തരക്കടലാസ് കണ്ടാൽ തന്നെ ക്ലാസ് ടോപ്പറായ വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയതാകുമെന്ന് തോന്നും. കാരണം ഇതിൽ നല്ല ഭംഗിയായി ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഉത്തരം നല്ല വ്യക്തമായി 5 പോയിന്റ്സായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരം ഇരുന്ന് വായിച്ചു നോക്കിയാൽ ഇതിൽ 3 പോയിന്റ് മാത്രമേ ഉത്തരമായിട്ടുള്ളൂ എന്നും ബാക്കി 2 പോയിന്റ് വെറുതെ അറിയാവുന്ന എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചതാണെന്നും മനസ്സിലാകും. കൂടാതെ പേപ്പർ നോക്കുന്ന ആളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു ഡയഗ്രാമും വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കുട്ടി ശരിയായ ഉത്തരമാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ പോയിന്റായി എഴുതാതെ ഒറ്റ പാരഗ്രാഫായി എഴുതി. ഇടയിൽ കുറെ വെട്ടലുകളും തിരുത്തലുകളും ഉള്ളതുകൊണ്ട് ചിലത് ശരിയുത്തരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. പോയിന്റായി എഴുതാത്തതുകൊണ്ട് ഉത്തരം നോക്കുന്ന ആൾ കരുതും ഈ കുട്ടിക്ക് മുഴുവൻ ഉത്തരവും അറിയില്ല, അതുകൊണ്ട് അറിയുന്ന ഒരു പോയിന്റ് മാത്രമായിരിക്കും എഴുതിയത് എന്ന്. അതുകൊണ്ട് 5 മാർക്കിന്റെ ഉത്തരത്തിന് 3 മാർക്ക് കിട്ടാനാണ് സാധ്യത. പക്ഷേ രണ്ടാമത്തെ കുട്ടിയുടെ ഉത്തരം കംപ്ലീറ്റ് അല്ലെങ്കിലും പ്രസന്റേഷൻ നന്നായതുകൊണ്ട് മുഴുവൻ മാർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്ലാസ് പരീക്ഷയിലും മറ്റും ഇത് പറ്റിയില്ല എങ്കിലും റോൾ നമ്പർ മാത്രം എഴുതുന്ന പരീക്ഷകൾക്ക് ഇത് ഉപയോഗിക്കാം. കാരണം അവിടെ ഉത്തരക്കടലാസ് നോക്കുന്ന ആൾക്ക് നിങ്ങളുടെ പേരെന്താണെന്നോ നിങ്ങൾക്ക് എത്ര അറിവുണ്ടെന്നോ അറിയില്ല. അവർക്ക് നിങ്ങളൊരു ടോപ്പറാണോ അതോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് എഴുതുന്നു എന്നതിനൊപ്പം തന്നെ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നതും മാർക്ക് കിട്ടാൻ പ്രധാനമാണ്. അതുകൊണ്ട് ധൃതി പിടിച്ച് ഉത്തരം എഴുതി തീർക്കാതെ മാർക്കിടുന്ന ടീച്ചറെ ഇംപ്രസ് ചെയ്യുന്ന തരത്തിൽ വൃത്തിയായി ഭംഗിയായി ഉത്തരങ്ങൾ എഴുതുക. അതിന് സഹായിക്കുന്ന 5 ടിപ്സ് പറയാം. നമ്പർ 1, ഹാൻഡ് റൈറ്റിംഗ് അഥവാ കൈയക്ഷരം ശ്രദ്ധിക്കുക. എല്ലാവർക്കും തന്നെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവില്ല. എങ്കിലും എളുപ്പം വായിക്കാവുന്ന തരത്തിൽ വൃത്തിയായി എഴുതാൻ ശ്രമിക്കുക. വാക്കുകൾക്കിടയിൽ കൃത്യമായ അകലം വേണം. നമ്പർ 2, വെട്ടും തിരുത്തും കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. വെട്ടി എഴുതേണ്ടി വരുമ്പോൾ കൂടുതൽ വൃത്തികേടാക്കാതെ ഒരു വര വരച്ച് വെട്ടുക.
പിന്നെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. ഇങ്ങനെ അടിവരയിട്ട ഭാഗം പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടും. ഉത്തരം വെട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണയില്ലാത്ത പോലെയാണ് പേപ്പർ നോക്കുന്ന ആൾക്ക് തോന്നുക. അതേസമയം ഉത്തരം അടിവരയിട്ടുകൊണ്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതിയ കാര്യത്തിൽ ഉറപ്പുള്ളതായി തോന്നും. നമ്പർ 3, ഓരോ ഉത്തരവും അവസാനിക്കുമ്പോൾ ഒരു വര വരയ്ക്കുക. അല്ലെങ്കിൽ അടുത്ത ഉത്തരം എഴുതും മുൻപ് കുറച്ച് സ്ഥലം വിട്ട് എഴുതുക. പിന്നീട് എന്തെങ്കിലും പോയിന്റ് ഓർമ്മ വന്നാൽ അതവിടെ എഴുതി ചേർക്കാൻ പറ്റും. നമ്പർ 4, എപ്പോഴും ചോദ്യങ്ങളുടെ അതേ ഓർഡറിൽ ഉത്തരങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം മാത്രം ആദ്യം എഴുതി വെച്ചാൽ അത് നോക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാകും. ആ ഒരു ബുദ്ധിമുട്ട് അവർ നിങ്ങൾക്ക് മാർക്ക് ഇടുന്നതിലും കാണിക്കും. അതുകൊണ്ട് അവരുടെ ജോലി എളുപ്പമാക്കാൻ ശ്രമിക്കുക. അറിയാത്ത ചോദ്യങ്ങളായാലും പിന്നീട് എഴുതാനായി സ്ഥലം വിട്ടുകൊണ്ട് ക്രമത്തിൽ തന്നെ ഉത്തരം എഴുതി പോകുക. ഇങ്ങനെ ക്രമമായി ഉത്തരം എഴുതിയ പേപ്പർ നോക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പേപ്പറിൽ എളുപ്പം മാർക്ക് വീഴും. നമ്പർ 5, പോയിന്റ്സായി ഉത്തരം എഴുതുക. പിന്നെ വേർഡ് ലിമിറ്റ് ശ്രദ്ധിക്കുക. വെറും 2 മാർക്കിന്റെ ചോദ്യത്തിന് 1 പേജ് ഉത്തരം എഴുതിയാൽ സമയം നഷ്ടമാകുമെന്നല്ലാതെ ഒരു കാര്യവുമില്ല. ഇനി അടുത്തതായി എക്സാമിന് കൂടുതൽ മാർക്ക് നേടാൻ സഹായിക്കുന്ന കുറച്ച് ടാറ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. നമ്പർ 3, ഡോണ്ട് ലീവ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആർ ഡൗട്ട്ഫുൾ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും മറ്റും ശരിയുത്തരം ഏതെന്ന് സംശയം തോന്നുമ്പോൾ ആദ്യം തോന്നുന്ന ഉത്തരം എഴുതുക. അത് ഡൗട്ട് ഉള്ളത് കൊണ്ട് വിട്ടുകളയരുത്. പലപ്പോഴും നമ്മൾ അവസാന നിമിഷം തിരുത്തി എഴുതുന്ന ഉത്തരം തെറ്റും ആദ്യം തോന്നിയത് ശരിയുമായിരിക്കും. ഒന്നും തന്നെ എഴുതാൻ അറിയാത്ത ഒരു ചോദ്യമായാലും നേരത്തെ പറഞ്ഞ പോലെ ചോദ്യത്തിലുള്ള കീവേഡ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതുക. പകുതി വെച്ച് അറിയുന്ന ഉത്തരം മറന്നുപോയാലും എന്തെങ്കിലുമൊക്കെ എഴുതി അത് പൂർത്തിയാക്കുക. കൂടുതൽ ഗ്യാപ്പിട്ട് ഉത്തരം എഴുതുമ്പോൾ വിശദമായി എഴുതിയതുപോലെ തോന്നും. മാത്സ്, ഫിസിക്സ് എക്സാമൊക്കെ ആണെങ്കിൽ അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഫോർമുല എഴുതി വെക്കുക. ഇനി പറയാനുള്ളത് പരീക്ഷയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ പറ്റിയാണ്. നമ്പർ 4, ലേൺ ടു ഷിഫ്റ്റ് ഫോക്കസ്. ചോദ്യപേപ്പർ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ആലോചിച്ച് വിഷമിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം അറിയില്ല എങ്കിലും സാരമില്ല, അടുത്ത ചോദ്യത്തിൽ ശ്രദ്ധിക്കുക. അതല്ലാതെ ഒരു ചോദ്യം കിട്ടാത്തത് കൊണ്ട് അത് തന്നെ ആലോചിച്ച് സമയം കളയരുത്. 5, ടൈം മാനേജ്മെൻറ്റ്. കിട്ടുന്ന സമയം കൃത്യമായി ഉപയോഗിച്ച് പരീക്ഷ എഴുതുക. പലപ്പോഴും സമയക്കുറവ് കൊണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി തീർക്കാൻ പറ്റാതെ മാർക്ക് നഷ്ടമാവാറുണ്ട്. പക്ഷേ വേഗത്തിൽ എഴുതിയാൽ ഹാൻഡ് റൈറ്റിംഗ് മോശമാകും. പക്ഷേ അത് സാരമില്ല. തുടക്കത്തിൽ മാത്രം നല്ല ഹാൻഡ് റൈറ്റിംഗ് ആക്കി എഴുതുക. പിന്നെ സമയത്തിനനുസരിച്ച് സ്പീഡ് കൂട്ടുക. ഫസ്റ്റ് ഇംപ്രഷൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചോദ്യപേപ്പർ മുഴുവൻ വായിച്ച് ഓരോ ചോദ്യത്തിനും എത്ര സമയം കൊടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് ഉത്തരം എഴുതുക. കൂടുതൽ മാർക്കുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുക. കിട്ടാത്തത് ആലോചിച്ച് സമയം കളയാതെ സ്ഥലം വിട്ടുകൊണ്ട് അടുത്തത് എഴുതുക. ആദ്യമായി ബോർഡ് എക്സാമും ഫൈനൽ എക്സാമും ഒക്കെ എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. നിങ്ങൾക്ക് സ്വാഭാവികമായും പരീക്ഷയെപ്പറ്റിയുള്ള ഉത്കണ്ഠ ഉണ്ടാകും. പക്ഷേ ഈ ടെൻഷൻ പരീക്ഷ എഴുതുന്ന സമയമുണ്ടായാൽ അത് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ ഇടയാക്കും. അതുകൊണ്ട് ഒന്നും പഠിച്ചു തീർന്നില്ല, പഠിച്ചത് ഓർമ്മയില്ല എന്നൊക്കെ ഓർത്ത് പേടിച്ചിരിക്കാതെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്ത് പരീക്ഷയ്ക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഈ ട്രിക്സ് നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. യു ക്യാൻ ഡു ഇറ്റ്.